ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. അതിന് കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഒരു ചെറുനാരങ്ങ എടുക്കുക. ഈ ഒരു വലിപ്പത്തിലുള്ള നാരങ്ങയുടെ പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നാരങ്ങയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ ഒരു കപ്പിൻ്റെ ഒരളവിൽ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മയോണൈസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സവാളയും തക്കാളിയും ഇട്ട ഉടനെ തന്നെ നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. കാരണം മയോണൈസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയിലും കൂടിയിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് നന്നായിട്ട് അങ്ങ് കൂടിപ്പോകും. അപ്പോൾ ഈ മയോണൈസിലുള്ള ഉപ്പ് മാത്രം മതി നമുക്ക് ഈ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മയോണൈസ് നമ്മൾ എന്ത് വെജിറ്റബിൾസ് ആണോ ചേർക്കുന്നത് അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് മയോണൈസ് ഇത്തിരി ക്രീമി ആയിട്ട് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 4 സാൻഡ്വിച്ച് ചെയ്തെടുക്കാം 8 ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സാൻഡ്വിച്ച് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ബ്രെഡിലും ഇത് നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശേഷം അടുത്തതായി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ചീസാണ്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീസ് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും. ഇങ്ങനെ മയോണൈസും വെജിറ്റബിൾസും കൂടിയിട്ട് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചീസ് വെക്കുന്നില്ല എങ്കിൽ നിങ്ങളത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇങ്ങനെ നമ്മൾ ബ്രെഡിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉടനെ തന്നെ കഴിക്കാവുന്നതുമാണ്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഷീറ്റായിട്ട് വരുന്ന ചീസല്ല കിട്ടുന്നത്, ചെദാർ ചീസോ മൊസറല്ല ചീസോ ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ആ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള സാൻഡ്വിച്ച് എല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഈ ഒരു സാൻഡ്വിച്ച് മാത്രം മതി നമുക്ക്. അപ്പോൾ നല്ല ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.